ഒട്ടും വികസനമില്ലാത്തൊരു മണ്ഡലം. ഇവിടെ കാലാകാലങ്ങളിൽ ജയിച്ചു പോകുന്നതെന്ന് പറയുന്നത് UDFും LDFും MP MLA എല്ലാവരാണ്. നഗരസഭ ഭരിക്കുന്നതും അവരാണ്. ഒട്ടും വികസനമില്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ടാൽ അറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ദയനീയ അവസ്ഥ. ഒരു നാളികേര കോംപ്ലക്സ് ഉണ്ട്, അതാണെങ്കിൽ തകർന്ന് കിടക്കുന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഇവിടെ കൊണ്ടുവന്നാൽ നഗരസഭ തന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ ജലജീവൻ പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുണ്ട്, അതെല്ലാം അവർ പേര് മാറ്റി ഇവരുടെ പേരിലാക്കുകയാണ്. അതുപോലെ ആറ്റിങ്ങൽ വാമനപുരം നദി ഒരു അണക്കെട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കുടിവെള്ള ക്ഷാമം, ഇനിയിപ്പോൾ വേനൽ വരെയാണ്, വെള്ളത്തിന് വലിയ ക്ഷാമമാണ്. ഇനിയിപ്പോൾ ഒരു അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് കുറേ നാളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നതാണ്, അതിനവർ ചെവി കൊടുക്കുന്നില്ല. ഏതാണ്ട് ഒരു വർഷം കൂടുതലായി ലോട്ടറി കച്ചവടം ചെയ്താണ് ജീവിക്കണത്. വലിയ കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെയാണ്. ഇതുകൊണ്ടാണ് ജീവിച്ച് പോണത്. പ്രൈസൊന്നുമില്ല. ചില ദിവസം വിറ്റ് പോകും, അല്ലെങ്കിൽ വിറ്റ് പോകില്ല, നഷ്ടത്തിലാണ്. ഇപ്പം ടിക്കറ്റ് കുറച്ചാണ് എടുക്കണം, കച്ചവടമൊന്നുമില്ല, വളരെ കുറവാണ്. ഞാൻ ആറ്റിങ്ങൽ വലിയൊന്നും ഇട്ട് പോകുമ്പോൾ പാലം വരെ പോകും, ആലങ്കോട് വരെ പോകും. എനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡെയിലി 3 ബുക്കാണ് എടുക്കുന്നത്. തുച്ഛമായ വരുമാനം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വലിയ കഷ്ടപ്പാടാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊരു പാർക്ക് കാണാം. നിരവധി കാലങ്ങളായിട്ട് വികസന മുരടിപ്പിൻ്റെ ഉദാഹരണമാണ് ഈ പാർക്ക്. ഇവിടെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ഇത് പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ ടൗൺ ഹാളിൻ്റെ അവസ്ഥ. കഴിഞ്ഞ 7 കൊല്ലമായി പണി നടക്കുകയാണ്. 1 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കേണ്ട ഒരു എക്സ്റ്റൻഷൻ, ഒരു റിനോവേഷൻ വർക്ക് 4 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് ഇപ്പോൾ 5.5 കോടിയായിട്ടും തീർന്നിട്ടില്ല. ഇത് ഒരു ഭാർഗവി നിലയം പോലെ ഈ ടൗണിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ മക്കളുടെ വിവാഹം നടത്താനുള്ള അത്താണിയായിരുന്നു ഈ ടൗൺ ഹാൾ. ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങളുടെ മുതലാളിമാരുമായി ചേർന്നുകൊണ്ട് ഇവിടം ഭരിക്കുന്ന ഇടതുപക്ഷ മുനിസിപ്പാലിറ്റി ഭരണസമിതി അവർക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെയാണ് MSME പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പഴയ സ്റ്റീൽ ഫാക്ടറി ഇവിടെ ഉള്ളത്. ആ സ്റ്റീൽ ഫാക്ടറി ഇന്ന് രാഷ്ട്രീയക്കാരുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. അവിടെ വികസനം നടക്കുന്നില്ല. നിരവധി കേന്ദ്ര പദ്ധതികളോടെ വരുന്നുണ്ട്, പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ആറ്റിങ്ങൽ നമുക്കൊരു വികസനമാണ് ആവശ്യം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്ത് തീർത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ മുറ്റത്ത് തന്നെ, നമ്മുടെ മുൻപിൽ തന്നെ ഈ പാർക്ക് ഒരെണ്ണം കാണുന്നു. എന്നെ അത് ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അതിനൊരു വികസനം ഉണ്ടായിട്ടില്ല. ആറ്റിങ്ങൽ ഇതുവരെ നല്ലൊരു വികസനം വന്നിട്ടില്ല.